ഊരാലുങ്കൽ. അരീക്കോട് പഞ്ചായത്തിലെ ഇടപെടി പോലും ഊരാലുങ്കൽ. കണ്ണാടിപ്പറമ്പിൽ നടക്കുന്ന വർക്ക് പോലും എല്ലാം ഊരാലുങ്കൽ. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ അദാനിയാണ് ഈ ഊരാലുങ്കൽ. അദാനി എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാലുങ്കൽ എന്ന് പറയുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ, നിലപാടുകളിൽ അധിഷ്ഠിതമായി മാത്രം സംസാരിക്കുന്ന KM ഷാജി എന്ന് പറയുന്ന ലീഗിന്റെ നേതാവ്, ഇദ്ദേഹം 2023 ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചതാണ്. അദാനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വഴിവിട്ട ബന്ധമാണ് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എല്ലാത്തിനും ഉള്ളതെന്നാണ് അന്ന് KM ഷാജി, നിലപാടുകളുടെ തമ്പുരാൻ, അന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇതിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഊരാളുങ്കലുമായിട്ട് ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായതെന്ന് ഇവരെ അവകാശപ്പെടുന്ന ഒരു സാധനത്തിന് തെളിയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. അതായത് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നത് പിണറായി വിജയൻ ഊരാളുങ്കലിനുമായിട്ട് വഴിവിട്ട ബന്ധം നടത്തുന്നു, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുമായിട്ട് പിണറായി വിജയന് വല്ലാത്ത ബന്ധമാണ്, പിണറായി വിജയന്റെ മക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് ഈ കൊങ്ങികളും സംഘികളും ഈ സുഡാപ്പികളും ജിഹാദികളും കമ്മികളും എല്ലാം വലിയ രീതിയിൽ മെഴുകിയത്. ഇന്ന് അതിന് തന്നെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ. സ്വന്തം പാർട്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെന്നേ കൃത്യമായിട്ട് പറയാനായിട്ട്, എടുത്തു പറയാനായിട്ട് ഇവന്മാരുടെ കയ്യിൽ തെളിവുകളില്ല. ഊരാളുങ്കൽ സൊസൈറ്റി, ലേബർ സൊസൈറ്റി എന്നാണ് രൂപീകൃതമായെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ലേബർ സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ ഒരു ലേബറിന് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി അത് നടപ്പിലാക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാർ അനുമതി നൽകിയത്. അവർ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംരംഭമോ അല്ല ആദ്യത്തെ ഒരു പദ്ധതിയൊന്നും അല്ല വയനാട് ടൗൺഷിപ്പ്. 10 വർഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സർക്കാർ എല്ലാം അവരെ തന്നെയാണ് ഏൽപ്പിച്ചത്. എന്തുകൊണ്ടാണ്? എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം ഉണ്ടാവും, ഒന്നും അന്യാധീനപ്പെട്ടു പോവില്ല, എത്തേണ്ട ആളുകളുടെ കരങ്ങളിലേക്ക് തന്നെ എല്ലാം എത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഊരാളുങ്കൽ ആ ഒരു സൊസൈറ്റിയെ, ആ ഒരു ലേബർ സൊസൈറ്റിയെ ഈ കാര്യങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏൽപ്പിച്ചത്. എന്നാൽ ഇന്ന് കൊങ്ങികൾ അഹോരാത്രം പണിയെടുക്കുന്നത് ഈ വലിയ രീതിയിൽ അന്നു മുതലേ, ഇന്ന് മാത്രമല്ല അന്നു മുതൽ 2023 ഇവരുടെ നിയമസഭയിലുള്ള പ്രസംഗവും കവലകളിലുള്ള ഈ ചർച്ചകളിലുമെല്ലാം ഇവര് കേന്ദ്ര ആധാരമാക്കി സംസാരിച്ചത് ഊരാളുങ്കലുമായിട്ട് പിണറായി വിജയന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നു. എന്നാൽ ഇന്നെന്താ നമ്മൾ കാണുന്നത്? ഇന്ന് അതേ ആളുകൾ പറയുകയാണ് അതിൽ പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല, അങ്ങനെ ഒരു ബന്ധവുമില്ല, ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന അദാനിയുമായിട്ട് ബന്ധമുള്ള ഒരു സൊസൈറ്റി ഒന്നുമാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നില്ല, അല്ലെ അങ്ങനെ ഞങ്ങളും ചിന്തിക്കുന്നില്ല. ഊരാളുങ്കൽ ഇത്രയും നാളും എല്ലാം നിയമപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയതെന്നും അങ്ങനെ അതിൽ വേറെ വഴിവിട്ട ബന്ധമുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് വട്ടത്തിലും നീളത്തിലും എല്ലാം തേഞ്ഞിരിക്കുന്നത്? KM ഷാജി തന്നെയാണ് അല്ലേ. സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളൻ എന്ന് തന്നെ KM ഷാജിയെ വിളിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ആയതുകൊണ്ട് നിങ്ങളാരും ഇനി അധികം എഴുതത്തില്ലെന്ന് എനിക്ക് തോന്നി. എവിടെ പോസ്റ്റ് ഇട്ടാലും ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് കുറേ അധികം പിതാക്കന്മാരില്ലാത്തവന്മാരെ വന്ന് പിതൃശൂന്യത്തരം കമന്റ് ബോക്സിൽ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്നവന്മാർ, എനിക്കറിയാം നിങ്ങൾ ഇതിനും നിങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാവും എന്നുള്ളത്. കാരണം നീയൊക്കെ ന്യായീകരണ തൊഴിലാളികൾ തന്നെയാണെന്നുള്ളത് നിന്റെയൊക്കെ കമന്റ് കാണുമ്പോൾ അറിയാം. പിന്നെ നിന്നെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറയണമെന്നും എന്തൊക്കെ നിന്നെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സഹി കേട്ടിട്ടാണ് പലരെയും തെറി വിളിക്കേണ്ടി വരുന്നത് കമന്റ് ബോക്സിൽ. വേറൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമുണ്ട്, മുഖമില്ല, ഐഡന്റിറ്റി ഇല്ല, സ്വന്തമായിട്ട് പേരെടുത്ത് പറയാനായിട്ടൊരു പിതാവുമില്ല. അങ്ങനെയുള്ളവന്മാരാണ് ഈ രീതിയിൽ മെഴുകുന്നത്. നിന്നോടൊക്കെ സംസാരിക്കാനുള്ള രീതി ഇതിൻ്റെ അപ്പുറം എനിക്കറിയാം, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ലടാ മക്കളെ. എന്തായാലും നീയൊക്കെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കോ, നിന്റെയൊക്കെ അണ്ണാക്കിലും അന്നനാളത്തിലും തന്നെയാണ് ഇപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഒരു ഡൗട്ട് ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. UDF-ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണപക്ഷത്ത് വരുമ്പോൾ വേറെ നിലപാടുമാണ്. ഇപ്പോൾ PMശ്രീയുടെ കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെയാണ് ഊരാളുങ്കലിന്റെ കാര്യം. ഊരാളുങ്കൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ പലതിലും ചില വീഴ്ചകളൊക്കെ വരുമ്പോൾ അത് ഊരാളുങ്കലിന് ഇടത് സർക്കാർ ക്രമവിരുദ്ധമായി പല കരാറുകളും നൽകുന്നു എന്നുള്ളതൊക്കെ അന്ന് അതിരൂക്ഷമായി വിമർശിച്ച അന്നത്തെ പ്രതിപക്ഷമാണ് UDF. ഇന്നിപ്പോൾ ഭരണപക്ഷത്തെത്തുമ്പോൾ ഊരാളുങ്കലിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ്, ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ്. ജോലിഭാരം കൂടിയതിന്റെ പ്രശ്നം മാത്രമാണ്. ഒരുപാട് ജോലിഭാരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുമല്ലോ, അത് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി PK ബഷീർ സഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ഊരാളുങ്കലിനെ പറ്റി പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇന്നത്തെ മന്ത്രി KM ഷാജി പറഞ്ഞത് കൂടി കേൾക്കാം. അരീക്കോട് പഞ്ചായത്തിലെ ഇടപെടി പോലും ഊരാലുങ്കൽ, കണ്ണാടിപ്പറമ്പിൽ നടക്കുന്ന വർക്ക് പോലും എല്ലാം ഊരാലുങ്കൽ.
ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ അദാനിയാണ് ഈ ഊരാലുകൾ. അദാനി എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാലികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ കണ്ണൂരിലെ പി ജയരാജൻ ഇടക്കൊക്കെ വിപ്ലവം പറയുന്ന ആളല്ലേ, ഞാൻ അദ്ദേഹത്തോട് വിനീതമായി ചോദിക്കുന്നു, നാളെ പത്രസമ്മേളനം നടത്തി ഊരാലുങ്കലിലെ ഇൻവെസ്റ്റേഴ്സിന്റെ പേര് വെളിപ്പെടുത്താൻ പറയാൻ ധൈര്യമുണ്ടോ? പറയോ ആരൊക്കെയാ ഇൻവെസ്റ്റ് ചെയ്തത്? കെ എം ഷാജിയുടെ കവലകളിലെ പ്രസംഗത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ അതുപോലും ഇതിന് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ഇവന്മാരെ പോലെയുള്ളവന്മാരുടെ കള്ളി വെളിച്ചത്ത് വരികയാണ്. ഇതിനെ കണ്ടിട്ടും മെഴുകാനായിട്ടിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളെ നിന്നെയൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ, നിന്നെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ലടാ മക്കളെ. നീയൊക്കെ ഇങ്ങനെ എത്ര കാലം നീയൊക്കെ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കും? ഇങ്ങനെ നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവന് നാറുമെന്നാണ് പറയാറുള്ളത് അല്ലേ? ഞാൻ ഏതോ ഒരു പാർട്ടിയുടെ അടിമയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ വന്ന് കമന്റ് ബോക്സിൽ മെഴുകുന്നത്. എടാ മോനെ, എന്റെ മുൻപേ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ആരെയാണ് അനുകൂലിക്കുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ഒക്കെ. ഇന്നലെ തൊട്ട് എന്റെ വീഡിയോ കാണുന്നവന്മാർ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ എന്റെ വീട്ടുകാരെ പറ്റിയും എന്നെ പറ്റിയും മോശമായിട്ട് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം നിനക്കൊന്നും തന്തയും തള്ളയും ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നീയൊക്കെ വന്ന് കമന്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും ഊലാമ്പികൾ കാണിച്ചു കഴിഞ്ഞാൽ അതും പേടിച്ച് മിണ്ടാതെ ഇരിക്കുന്നവനാണ് ഞാനെന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ രണ്ടായിട്ട് മടക്കി കുത്തി നിന്റെയൊക്കെ മടിക്കുത്തിന് താഴേക്ക് വെച്ചോണം. ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കരുത്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും ഞാൻ. നിങ്ങൾ എനിക്കെതിരെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ തന്നെയായിരിക്കും ഞാൻ. ഒരിക്കലും നിന്നെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ, ഇതൊക്കെ വിളിച്ചു കാണിക്കാനും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് ഈ ഒരു ചാനലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിന്നെയൊക്കെ പോലെ എവിടുന്നെങ്കിലും കിട്ടിയത് വാരി ഞണ്ണിയിട്ടിരുന്ന് സംസാരിക്കാൻ വരുന്നവനല്ല ഞാൻ. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണ് പറയേണ്ടതെന്നും എവിടെയാണ് പറയേണ്ടതെന്നും നല്ല ബോധ്യമുണ്ട്. നീയൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആധിപത്യം ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതികരിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയമാണ് നിന്റെയൊക്കെ രാഷ്ട്രീയമെങ്കിൽ, അതാണ് നിന്റെയൊക്കെ ചിന്താഗതിയെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കണം. ഇങ്ങോട്ടിട്ടുണ്ടാക്കാൻ നിൽക്കരുതേ മക്കളെ. അപ്പൊ ഇതിൽ കെ എം ഷാജി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലേ? ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് വഴിവിട്ട ബന്ധമാണ് പിണറായി വിജയൻ. അദാനിയുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ടാക്കുന്നു. കേന്ദ്രവുമായിട്ട് വലിയ ബന്ധമാണ് പിണറായി വിജയൻ. നരേന്ദ്രമോദിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് വെളിപ്പെടുത്തണമെന്നാണ് കവലയിലെ ഒരു വൃത്തികെട്ട പ്രസംഗത്തിനിടയിൽ കെ എം ഷാജി പറയുന്നത്. ഈ അനൗൺസ്മെന്റിന് പോകാൻ കൊള്ളാം, നല്ല ശബ്ദമാണ് ഷാജിയുടെ, അത് മാത്രം അംഗീകരിച്ചു കൊടുക്കാം, ബാക്കിയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഷാജി പറഞ്ഞതിൽ ഇന്ന് ഇവരുടെ അതേ സർക്കാർ തന്നെ തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ തെളിവുകൾ സഹിതം കണ്ടുപിടിച്ചപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നതിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്ലീൻ ചിറ്റ് നൽകുന്നത്? ക്രമവിരുദ്ധമായിട്ട് ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല. പിണറായി വിജയനെ ഇവർ പറയുന്നത് പോലെ അങ്ങനെ ഒരു ബന്ധവും അതിനിടയിൽ നടന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള പണികൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പണികൾ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ എല്ലാ രേഖകളും ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ലോഡ് കൂടി, അതായത് വർക്കുകൾ ഒരുപാടായി. ആ വർക്കുകൾ ഒരുപാട് കൊടുത്തു എന്നുള്ളത് അവരുടെ 1925 മുതൽ തുടങ്ങിയ ഒരു സംഘമായതുകൊണ്ട് തന്നെയും അത് കൃത്യമായിട്ടും വെടുപ്പോട് കൂടിയും ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടും തന്നെയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്നും എവിടെ ചെയ്യണമെന്നും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ കേരളം ഭരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അല്ല കേട്ടോ, ഇന്നിരിക്കുന്ന ആളുകളെ പോലെ അല്ല. ഇന്നിരിക്കുന്നവർ എങ്ങനെ കട്ടുമുടിക്കണമെന്നും തിന്ന് വീർപ്പിക്കണമെന്നും സ്വന്തം വീട്ടിൽ എങ്ങനെ കാശുണ്ടാക്കി കൊണ്ടുപോകണമെന്നും ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ രീതിയിൽ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏതവൻ എങ്ങനെയൊക്കെ മെഴുകാൻ വന്നാലും സത്യം പോലെ തന്നെ തുറന്നു പറയുക തന്നെ ചെയ്യുമടാ മക്കളെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിന്റെ ഒന്നും കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പേടിക്കാനോ, നിന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പരിപാടി നിർത്താൻ പോകുന്നത് നീയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഇനിയും ഇതിലധികം ആര് കുറ്റം ചെയ്താലും, ആര് തോന്നിവാസം ചെയ്താലും, പിണറായി വിജയൻ ചെയ്താലും, പിണറായി വിജയന്റെ പാർട്ടിയിലുള്ളവർ ചെയ്താലും, ഇനി കൊങ്ങികൾ ചെയ്താലും, സംഘികൾ ചെയ്താലും, ജിഹാദികൾ ചെയ്താലും, സുഡാപ്പികൾ ചെയ്താലും, ഏതവൻ ചെയ്താലും അത് തുറന്ന് കാണിക്കൂടാ മക്കളെ. അതിന് സംശയമുണ്ടെങ്കിൽ മുൻപുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്ക്. അപ്പൊ ഇവർ പറയുന്ന ഇവരുടെ വാദങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് എടുത്തു പറയാനായിട്ട് ഇവരുടെ കയ്യിൽ തെളിവുകളുമില്ല. തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകളെല്ലാം കാണിക്കുന്നതും ആ പിണറായി വിജയൻ സഖാവ് തന്നെയായിരുന്നു ശരി. അയാൾ ചെയ്തിരിക്കുന്നതിൽ ഒന്നും അഴിമതിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ആ കൈകൾ ശുദ്ധമാണെന്ന് ഇന്ന് മന്ത്രിമാരെല്ലാം, അതായത് കോൺഗ്രസിന്റെ മന്ത്രിമാരാണെന്ന് നിങ്ങൾ ഓർക്കണം. ഈ പ്രതിപക്ഷമല്ല, ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെ പറയുകയാണ് അവരുമായിട്ട് ഒരു വഴിവിട്ട ബന്ധവും പിണറായി വിജയൻ ഇല്ല എന്നുള്ളത്. ബാക്കി കണ്ടു നോക്കാം. ഇതിൽ PK ബഷീർ എന്ന് പറയുന്ന മന്ത്രി പറയുന്നൊരു കാര്യം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്, കണ്ടുനോക്കാം. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ, ഇതാണ് മന്ത്രി PK ബഷീർ എടുത്തു പറയുന്നത്. അതായത്
ഒരു രീതിയിലുള്ള വഴിവിട്ട ബന്ധവും ഇവർക്കിടയിലില്ല. ആർക്കാണ് ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്തില്ല. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഏകഛത്രാധിപതിയാണ്, ഏകാധിപതിയാണ്. അയാളാണ് തീരുമാനിക്കുക എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. ആരെയും എങ്ങനെയും എന്ത് നെറുകെട്ട രീതിയിലും വലിച്ചു താഴെ ഇടാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ് 2026 UDFിൻ്റെ ഈ ഒരു വിജയം. EVM തട്ടിപ്പിൽ കൂടിയും അല്ലാതെയുള്ള കുറേ ഈ നുണപ്രചരണങ്ങളിൽ കൂടിയും വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുമൊക്കെ ഇവന്മാർ കാണിച്ച തോന്നിവാസത്തിന് കുറേ അടിമകൾ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഇപ്പോഴും തെറ്റാണെന്നുള്ളത്. എടാ, നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നവനാണ് ഞാൻ. അല്ല നിന്നെയൊക്കെ പോലെ എവിടെ നിന്നോ ഉണ്ടായി വന്നവനല്ല എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് തന്നെയും എൻ്റെ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ വിളിച്ചു കാണിക്കുകയും അതിനെപ്പറ്റി ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. നിന്റെ ഒന്നും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ പോലെയുള്ള കുറച്ച് ഊലാമ്പികൾ വന്ന് കമന്റ് ബോക്സിൽ വന്ന് എന്തൊക്കെ ഊലാമ്പിത്തരം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പേടിക്കുന്നവന്മാർ ഇവന്മാർ കണ്ടിട്ടുണ്ടാവും. നിന്റെയൊക്കെ അച്ഛനും അമ്മയും അങ്ങനെ പേടിക്കുമായിരിക്കാം. അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല കേട്ടോ. അതുകൊണ്ട് നീയൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോകണ്ടെന്നേ. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നും പിണറായി വിജയൻ ഇവിടെ ഇരിക്കുമ്പോൾ അഴിമതി രാഷ്ട്രീയമാണ് കാണിച്ചതെന്നും ഒക്കെ പറയുന്ന, അഴിമതി എന്താണെന്ന് പോലും അറിയാത്ത പൂക്കി മുഖ്യമന്ത്രിയുടെ ആളുകളും ഇവന്മാരെയൊക്കെ നമ്മൾ ഏത് പേരിൽ വിളിക്കണം? ഈ ബഷീറിന്റെ തൊലിക്കെട്ടി വല്ലാത്ത അപാര തൊലിക്കെട്ടി തന്നെയാണ് കേട്ടോ. എന്തായാലും ആ തൊലിക്കെട്ടി കിട്ടിയിരുന്നെങ്കിൽ എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാം. എന്ത് വിഷയമുണ്ടെങ്കിലും അടിപതറാതെ നമുക്ക് നിൽക്കാം. കാരണം വല്ലാത്ത തൊലിക്കെട്ടി, ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു സ്കിൻ, അവരുടെ സ്കിൻ എന്ന് പറയുമ്പോൾ വല്ലാതെ ഒരു ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ഒരു പവറുള്ള സാധനം സ്കിന്നാന്നാണ് പറയാറുള്ളത്. അതിൽ ഇത്രയും കട്ടിയൊക്കെ ആകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഒരിടത്തും തളരില്ല, അല്ല ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇങ്ങനത്തെ തൊലിക്കെട്ടി കാണ്ടാമൃഗത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതും പക്ഷെ നിറം മാറില്ല, അതിന്റെ തൊലിക്കെട്ടി അപാരമാണ്. ആ തൊലിക്കെട്ടി തന്നെയാണ് KM ഷാജിക്കും ഇന്നത്തെ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളുകൾക്കും അവരെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള അടിമ കൊങ്ങികളും അടിമ കമ്മികളും അടിമ സംഘികൾക്കുമൊക്കെ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇന്ന് ഇവരുടെ നേതാവ് തന്നെ, ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുകയാണ് പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമായിരുന്നു, പിണറായി വിജയൻ ഇവിടെ അഴിമതിയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇതൊന്നും ആയിരുന്നില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള കരച്ചിൽ. ഈ നമ്മുടെ KM ഷാജിക്ക് പറയാനുള്ള കാര്യമുണ്ട് കേട്ടോ. അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എന്തും പറയും, ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം രണ്ടും രണ്ട് ധ്രുവങ്ങളാണെന്നേ. അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാത്തതാണ് നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട്, അല്ലെ നമ്മുടെയൊക്കെ കുഴപ്പം അതാണ്. നമ്മൾ ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കും. പക്ഷെ ഇവർക്ക് തോന്നുമ്പോൾ സ്വന്തം അച്ഛനെ വരെ മാറ്റാൻ പറ്റുന്ന ആളുകളാണ്. വല്ലാത്ത അവസ്ഥ തന്നെ. ന്യായീകരിക്കുന്നവന്മാർ വരൂ, കമൻറ്റ് വരട്ടെ, നമുക്ക് കാണാം. ബാക്കി അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.